Dear students, you are most welcome to the economics class of Government Girls Higher Secondary School, Adoor. In the previous class, we have discussed about the law of demand. And what is the law of demand? Yes, the law of demand states the inverse relationship between the price of a commodity and its demand. Other things affecting the demand is remaining constant. And what does that mean? It means at higher price, less will be demanded, and at a lower price, more will be demanded. And this class is an extension of the law of demand that we have already learned in the previous class. ഇപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു സാധനത്തിൻ്റെ പ്രൈസും ആ സാധനത്തിൻ്റെ ഡിമാൻഡും തമ്മിലുള്ള വിപരീത ബന്ധം എന്ന് വെച്ചാൽ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു എന്നുള്ളതാണ്. നിങ്ങളിൽ ഒരാൾ വാങ്ങുന്ന ഒരു സാധനത്തിൻ്റെ അളവ് നമുക്കൊന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നും നമുക്ക് തുടങ്ങാം. സപ്പോസ് ഒരു സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് 10 രൂപ ആയിരിക്കുമ്പോൾ നിങ്ങൾ വാങ്ങിയ സാധനത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 5 ആണെന്ന് സങ്കല്പിക്കുക. When the price of a commodity is ₹10, suppose we imagine that you purchased how much quantity of that commodity? 5 kg or 5 units. Okay. Suppose assume that the price is decreased from ₹10 to ₹8. Generally, what will happen to the demand? The demand will rise. When the price is decreased from ₹10 to 8, the demand is responded to the change in price by rising its demand from 5 to 9. That means there is a rise of 4 units of demand because of the fall in 2 units of price. ഇപ്പോൾ പ്രൈസിൽ 2 യൂണിറ്റിൻ്റെ കുറവ് ഉണ്ടായപ്പോൾ ഡിമാൻഡ് 4 യൂണിറ്റായിട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇപ്പം ഇവിടെ ദ ഡിമാൻഡ് ഈസ് റെസ്പോണ്ടഡ്, ദ ഡിമാൻഡ് ഈസ് റിയാക്റ്റഡ് ടു വാട്ട്? ടു ദ ചേഞ്ച് ഇൻ പ്രൈസ്. ഇപ്പം ഇവിടെ ഡിമാൻഡ് പ്രതികരിച്ചു. എങ്ങനെ പ്രതികരിച്ചു? കൂടുതൽ വാങ്ങി, അല്ലേ? ഡിമാൻഡ് കൂടി പ്രതികരിച്ചു. ഏതിനോട്? പ്രൈസിലുണ്ടായ മാറ്റത്തോട്. ദിസ് കൈൻഡ് ഓഫ് റിയാക്ഷൻ ഓഫ് ഡിമാൻഡ്, ദിസ് കൈൻഡ് ഓഫ് റെസ്പോൺസ് ഓഫ് ദ ഡിമാൻഡ് ടു ദ ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് കോൾഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. So what is elasticity of demand? By elasticity of demand we mean it is the responsiveness of demand. It is the reaction of demand to the variations in its price. ഒരു സാധനത്തിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തോട് ഡിമാൻഡിൻ്റെ പ്രതികരണം, അതിൻ്റെ ആ പ്രതിപ്രവർത്തനം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ചോദനത്തിൻ്റെ ഇലാസ്തികത എന്ന് വിളിക്കുന്നത്. ഇപ്പം ഇവിടെ പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ എത്രത്തോളമാണ് ഡിമാൻഡ് കൂടിയത് എന്നുകൂടി നമുക്കൊന്ന് വിശകലനം ചെയ്യാം. One of the simplest method for studying elasticity of demand is dividing the
percentage change in demand with the percentage change in price. That means we have to compare the percentage change in demand with the percentage change in price. ഡിമാൻഡിലുണ്ടായ ആനുപാതിക മാറ്റവും പ്രൈസിലുണ്ടായ ആനുപാതിക മാറ്റവും കൂടി നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ജനറലി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടുക. So the simplest equation to find out the elasticity of demand is the percentage change in quantity demanded by the percentage change in price. What is the percentage change in demand? Or by the percentage change in demand, what we mean? Or how we can calculate the percentage change in demand? It is very simple. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? വെറും സിമ്പിൾ. അതായത് ഡിമാൻഡിലുണ്ടായ മാറ്റം എത്രയാണ് എന്നുള്ളത് നമ്മൾ കാണുക. അതിനെ ആദ്യത്തെ ഡിമാൻഡ് അഥവാ യഥാർത്ഥ ഡിമാൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ദി ഒറിജിനൽ ഡിമാൻഡ്. ലെറ്റ് us see what is the percentage change in പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഒരു സാധനത്തിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? വെറും സിമ്പിൾ. ചേഞ്ച് ഇൻ പ്രൈസ് അതിനെ ഒറിജിനൽ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് കിട്ടും. ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ദ ഒറിജിനൽ പ്രൈസ് ഇൻറ്റു 100. We should get the percentage change in price. Let us see. Here the price is decreased from 10 to 8. And what is the change in price? Or how much is the change in price? 2. 10 8. That is 2. Then what is the original price? 10. So 2 by 10 into 100, that is 20%. The change in demand is 5 എന്നുള്ളത് 9 ആയി. So what is the change in demand? 4. 4 by original demand 5 into 100, which is equal to 4 by 5 into 100, 80%. To find out the elasticity of demand, we have to divide the percentage change in demand by the percentage change in price. That is 80 by 20, which is equal to 4. 4 is the elasticity of demand here. ഒരു സാധനത്തിൻ്റെ പ്രൈസിലുണ്ടായ മാറ്റത്തോട് ഡിമാൻഡ് പ്രതികരിച്ചു എന്നുള്ളതാണ്. എങ്ങനെ പ്രതികരിച്ചു? 20% പ്രൈസ് മാറിയപ്പോൾ ഡിമാൻഡ് 80% മാറി പ്രതികരിച്ചു എന്നുള്ളതാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് 4 ആണ് എന്ന് നമ്മൾ കണ്ടു അല്ലേ? ഇങ്ങനെ പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തേക്കാൾ കൂടുതലാണ് ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം എങ്കിൽ അത്തരം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ നമ്മൾ ഒരു പ്രത്യേക പേരിലാണ് വിളിക്കുക. ദാറ്റ് ഈസ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കും. ഇലാസ്റ്റിക് ഡിമാൻഡ്. സോ വാട്ട് ഈസ് ഇലാസ്റ്റിക് ഡിമാൻഡ്? ഇലാസ്റ്റിക് ഡിമാൻഡ് ഷോസ് ദാറ്റ് the percentage change in quantity demanded is greater than the percentage change in price. Suppose assume that the change in price is 1. പ്രൈസിൽ ഉണ്ടായ മാറ്റം 1 ആണ് എന്ന് സങ്കല്പിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 80% മാറ്റമല്ലേ? 20% എന്ന് പറയുന്നത് 1 ആണെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. അങ്ങനെയാണ് ഡിമാൻഡിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് 1നേക്കാൾ കൂടുതലായിരിക്കും. സോ ഇൻ കേസ് ഓഫ് ഇലാസ്റ്റിക് ഡിമാൻഡ്, ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വിൽ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1.
അപ്പോൾ ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ കേസിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നിൽ കൂടുതലായിരിക്കും. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഇ ഡി, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇ ഡി ഈസ് ഗ്രേറ്റർ ദാൻ 1 ഇൻ കേസ് ഓഫ് വിച്ച് കൈൻഡ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ കേസിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എപ്പോഴും എന്തായിരിക്കും? ഒന്നിൽ കൂടുതലായിരിക്കും. അപ്പം ഈ ഒരു കേസ് അഥവാ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്ന ഈ ഒരു കേസ് നമുക്ക് എങ്ങനെ ഒരു ഡയഗ്രാമിൽ കാണിക്കാം എന്നുള്ളതുകൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഹിയർ the price is taken on the vertical axis and the quantity demanded is taken in the horizontal axis. ഇവിടെ പ്രൈസ് 10 ആയിരുന്നപ്പോൾ ഡിമാൻഡ് എത്രയായിരുന്നു? 5 ആയിരുന്നു. അത് നമുക്ക് കാണിക്കാം. പ്രൈസ് 10 ആയിരുന്നു, അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് 5. ഓക്കെ, ദെൻ പ്രൈസ് 8 ആയിട്ട് മാറിയപ്പോൾ, പ്രൈസ് 8 ആയപ്പോൾ ഡിമാൻഡ് 9. പ്രൈസ് 8 ആയിരുന്നപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് 9. ഈ രണ്ട് പോയിന്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാം. ദാറ്റ് ഈസ് ദിസ് ഈസ് ദി shape of the elastic demand curve, or this is the shape of the demand curve when the elasticity of demand is elastic. ഇതെന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണൂ. when the price is ₹10, the demand is 5. when the price is declined to 8, the demand is increased to 9. so this much is the change in price and this much is the change in demand. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാകുന്നത്, പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കാൾ ഏറെ കൂടുതലാണ് ഡിമാൻഡിൽ ഉണ്ടായ മാറ്റം എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുക. പ്രൈസ് മാറുമ്പോൾ എല്ലാ കൺസ്യൂമേഴ്സും ഇതേ രീതിയിൽ ആണോ പ്രതികരിക്കുക? നെവർ, ഒരിക്കലുമല്ല. അവർ പല രീതിയിൽ റിയാക്ട് ചെയ്യും. അത് എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് സങ്കല്പിച്ച് നമുക്ക് പഠിക്കാം. മറ്റൊരു കൺസ്യൂമറിലേക്ക് നമുക്ക് കടക്കാം. ഇതേ പ്രൈസ് 10, 8 എന്നുള്ള പ്രൈസ് ആകുമ്പോൾ വേറൊരു കൺസ്യൂമർ സപ്പോസ് പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ബി എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. 10 ആയിരുന്നു വില, അപ്പോൾ ബി എന്ന കൺസ്യൂമർ ഡിമാൻഡ് 5 ആയിരുന്നു. എന്നാൽ വില 8 ആയിട്ട് കുറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തത് 5.5 ആയിട്ട് ഡിമാൻഡ് കൂട്ടി എന്ന് സങ്കല്പിക്കൂ. 5.5 ആയിട്ട് ഡിമാൻഡ് കൂട്ടി. അപ്പോൾ ഡിമാൻഡിലും പ്രൈസിലും ഉണ്ടായ മാറ്റം എത്രത്തോളമാണ് എന്ന് നമുക്ക് നോക്കാം. പ്രൈസിലുണ്ടായ മാറ്റം നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് 20%. ദാറ്റ് ഈസ് 2/10 × 100, ദാറ്റ് ഈസ് 20%. ഈ രണ്ടാമത്തെ കേസിൽ ഡിമാൻഡിലുണ്ടായ മാറ്റം എത്രയാണ് എന്നുള്ളത് നോക്കൂ. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ബൈ ദി ഒറിജിനൽ ഡിമാൻഡ്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് 5 എന്നുള്ളത് 5.5 ആയി. ദാറ്റ് മീൻസ് 0.5 ആണ് ഡിമാൻഡിലുണ്ടായ മാറ്റം. ആൻഡ് ദ ഒറിജിനൽ ഡിമാൻഡ്, വാട്ട് ഈസ് ദ ഒറിജിനൽ ഡിമാൻഡ്? 5 × 100. സോ 0.5/5 × 100, 10%. അപ്പോൾ ഇവിടെ എന്താണ് മനസ്സിലായത്? പ്രൈസ് 10ൽ നിന്നും 8 ആയി കുറഞ്ഞപ്പോൾ ബി എന്ന് പറയുന്ന കൺസ്യൂമർ എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് കൂടി, പക്ഷേ കൂടിയത് വെറും 10% മാത്രമാണ്. സോ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് ലെസ് ദാൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് 20%, പക്ഷേ ഡിമാൻഡിലുണ്ടായ മാറ്റമോ വെറും 10%. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. സോ വാട്ട് ഈസ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്?
the percentage change in demand is less compared to the percentage change in price. ഈ കേസിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരിക്കും? സപ്പോസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് 1, then the percentage change in demand will be less than 1. അല്ലേ? 20% പ്രൈസിലുണ്ടായ മാറ്റം, പക്ഷേ ഡിമാൻഡിലുണ്ടായ മാറ്റം 10% ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഡിമാൻഡ് എന്ന് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ദാറ്റ് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ലെസ് ദാൻ 1 വേർ ഇൻ കേസ് ഓഫ് ദി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഈ കേസ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നുള്ള കേസ് എങ്ങനെയിരിക്കും ഒരു ഡയഗ്രാമിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൈസ് 10 ആയിരിക്കുമ്പോൾ ഡിമാൻഡ് 5, അതിന് മാറ്റമില്ല. ഡിമാൻഡ് 5, പ്രൈസ് ഈസ് ഈക്വൽ ടു 10. ദെൻ പ്രൈസ് 8 കുറഞ്ഞപ്പോൾ ബിയുടെ ഡിമാൻഡ് എത്ര? 5.5. 8 കുറഞ്ഞപ്പോൾ 5.5. ഇവിടെയാണ് 5, ഇത് 5.5 എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒരു കർവായിരിക്കും നമുക്ക് കിട്ടുക. To have more clarity, we should extend the curve downward and upward. ഇപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഈ കർവ് എന്ന് പറയുന്നത് എങ്ങനെ വരാം? ദാ ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. അതായിരിക്കും ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് ഇൻ കേസ് ഓഫ് വാട്ട്? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഈ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് നോക്കൂ. When the price is ₹10, the quantity demanded is 5. And when the price is declined to ₹8, the quantity demanded is 5.5. So, the change in price is this much. പ്രൈസിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് അത്രത്തോളമാണ്. ബട്ട് ഡിമാൻഡിലുണ്ടായ മാറ്റമോ? only this much. ഇത്രയും മാറ്റം മാത്രമാണ് ഡിമാൻഡിലുണ്ടായത്. സോ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് ലെസ് കമ്പയർഡ് ടു ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ദിസ് ഈസ് ദ കേസ് ഓഫ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇനി മറ്റൊരു കൺസ്യൂമർ ഈ പ്രൈസ് ചേഞ്ചിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. കൺസ്യൂമർ സി എന്ന് പറയുന്ന കൺസ്യൂമർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? When the price is ₹10, he purchases 5 quantity of that commodity. Okay. When the price is decreased from ₹10 to 8, the consumer has increased his purchase from 5 to 6. ആണെന്ന് സങ്കല്പിക്കൂ. പ്രൈസ് 10 നിന്നും 8 കുറഞ്ഞപ്പോൾ സി എന്ന് പറയുന്ന കൺസ്യൂമർ എന്താ ചെയ്തേ? 5 നിന്നും 6 അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് കൂട്ടി. ഇവിടെ ഡിമാൻഡിൽ ഉണ്ടായ പെർസെൻറ്റേജ് ചേഞ്ച് എത്രയാവും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡിമാൻഡ് ബൈ ദ ഒറിജിനൽ ഡിമാൻഡ്. ദ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് 5 എന്നുള്ളത് 6 ആയി. അപ്പോൾ എത്രമാത്രം ചേഞ്ച് ആണ്? 1 ബൈ ഒറിജിനൽ ഡിമാൻഡ് എത്രയാണ്? 5. സോ 1 by 5 into 100. 20%. The price change is by 20% and the quantity demand change is also by 20%. So here we can see the percentage change in price is equal to the percentage change in demand. പ്രൈസിൽ ഉണ്ടായ മാറ്റവും ഡിമാൻഡിലുണ്ടായ മാറ്റവും തുല്യമാണ്. That means the elasticity of demand is equal to 1. That is ED is equal to 1. This type of demand curve is called a unitary elastic demand or unit elastic demand or moderately elastic demand. അങ്ങനെ പല പേരുകളിൽ വിളിക്കാറുണ്ട്. So what is unitary elastic demand curve or what does the unitary elastic demand curve shows? Here the percentage change in demand is equal to the percentage change in price.
ഈ കേസിൽ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്താകും എന്നുള്ളത് നമുക്ക് നോക്കാം. വെൻ ദ പ്രൈസ് ഈസ് ₹10, ദ ഡിമാൻഡ് ഈസ് 5. By connecting these 2 points, we get a demand curve like here. The percentage change in price and the percentage change in demand is equal. So this is called unit elastic demand. ഇപ്പോൾ യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ കേസിൽ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആയിരിക്കും. ഡി എന്ന് പറയുന്ന കൺസ്യൂമർ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. 10 രൂപ ആയിരുന്നപ്പോൾ അദ്ദേഹം 5 യൂണിറ്റ് വാങ്ങി. ഓക്കെ, 8 രൂപയായിട്ട് പ്രൈസ് കുറഞ്ഞപ്പോഴും അദ്ദേഹം വാങ്ങുന്നത് സെയിം യൂണിറ്റ് തന്നെയാണ്. അദ്ദേഹം കൂട്ടുന്നില്ല, ഡിമാൻഡ് കൂട്ടുന്നില്ല, സെയിം യൂണിറ്റ് തന്നെ, 5 യൂണിറ്റ് തന്നെ. ഇങ്ങനെയും പ്രതികരിക്കാം കൺസ്യൂമേഴ്സിന്. ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് 20% ആൻഡ് ദ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ബൈ ദി ഒറിജിനൽ ഡിമാൻഡ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് 5-ൽ നിന്നും 5 ആയി, ദാറ്റ് ഈസ് 0 ബൈ ഒറിജിനൽ ഡിമാൻഡ് 5 ഇൻറ്റു 100. സോ 0 ബൈ 5 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എന്താണ്? 0 തന്നെ, 0 തന്നെ. ഇപ്പം ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ദാറ്റ് ഈസ് ED ഈസ് ഈക്വൽ ടു 0. ദിസ് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് കോൾഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നായിരിക്കും നമ്മൾ ഇത്തരം ഇലാസ്റ്റിസിറ്റിയെ വിളിക്കുക. ആൻഡ് സോ വാട്ട് ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്? ഹിയർ ദ ചേഞ്ച് ഇൻ ഡിമാൻഡ് വിൽ ഓൾവേസ് ഈക്വൽ ടു 0. That is the reaction of the demand to the variations in the price is always equal to 0. Such kind of elasticity is called a perfectly inelastic demand. ഈ ഒരു കേസിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അഥവാ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എത്തരത്തിലായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് വീക്ഷിക്കാം. $5. Then when the price is declined to 8, the demand is same, quantity demand is also same at 5. That is 5, 8. So demand curve is like this. So we can extend the demand curve is like this. And what is the shape of the demand curve here? It is a straight line parallel to the OY axis. OY ആക്സിസിന് സമാന്തരമായ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഡിമാൻഡ് കർവ്. ഏത് കേസിൽ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ കേസിൽ. ഇവിടെ എന്താണ് സംഭവിച്ചത്? വെൻ ദ പ്രൈസ് ഈസ് ₹10, ദ ഡിമാൻഡ് ഈസ് 5. And when the price is declined to ₹8, the demand is also remaining same at 5. So the change in demand is 0. It is the case of perfectly inelastic demand. Let us see another response of the demand to the variations in price from the side of another consumer, the consumer E. E എന്ന് പറയുന്ന കൺസ്യൂമറുടെ സൈഡിൽ നിന്നും നമുക്ക് നോക്കാം. സപ്പോസ് 10 രൂപ ആയിരുന്നപ്പോൾ അദ്ദേഹം 5 വാങ്ങി. ആ പ്രൈസ് 8 രൂപയായിട്ട് കുറഞ്ഞപ്പോൾ ആ കൺസ്യൂമറുടെ പ്രതികരണം അഥവാ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ കഴിയാത്ത ഒരു പ്രതികരണമാണെന്ന് സങ്കല്പിക്കൂ. ദാറ്റ് ഈസ് ഇൻഫിനിറ്റ് ആണ്, ദാറ്റ് ഈസ് നമ്പർലെസ് ആണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനൊരു കേസും നമുക്ക് ഉണ്ടാകാം. ദാറ്റ് ഈസ് പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തോട് കൺസ്യൂമറിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ കഴിയില്ല, കൗണ്ട് ചെയ്യാൻ കഴിയില്ല, ഇൻഫിനിറ്റ് ആയിരിക്കാം. ഈ കേസിൽ
ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് it will be a horizontal straight line. It is a straight line parallel to the x-axis. x-axisന് സമാന്തരമായ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും അത് നമ്മൾ കാണിക്കുക. 8 രൂപയായിട്ട് കുറഞ്ഞു എന്ന് സങ്കല്പിക്കുക. അപ്പോഴും ഈ ഡിമാൻഡ് കർവിന് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ പാരലൽ ടു x-axis ആയിട്ട് തന്നെ ഇങ്ങനെ പോവുക. The shape of the demand curve will be a straight line parallel to the x-axis. Such type of demand curve is called a perfectly elastic demand curve. Perfectly elastic demand curve. That is, we cannot measure the change in demand at this situation. But പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തോട് ചില ആളുകളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ടായിരിക്കും പ്രതികരിക്കുന്നത്. നമുക്ക് അളക്കാൻ കഴിയില്ല. ചില ആളുകൾ ഇത്രയും ആവാം, ചില ആളുകൾ ഇത്രയും ആവാം, ചില ആളുകൾ എത്ര വേണമെങ്കിലും ആകാം എന്നുള്ളതാണ്. സോ ഹിയർ ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഇൻഫിനിറ്റ്. ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഇൻഫിനിറ്റ്. ഇങ്ങനെ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തോട് കൺസ്യൂമേഴ്സ് അഥവാ ഡിമാൻഡ് 5 തരത്തിൽ പ്രതികരിക്കാം. ഒന്ന്, പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തേക്കാൾ കൂടുതൽ ഡിമാൻഡിൽ ഉണ്ടാകുന്ന പ്രതികരണം, that is elastic demand. 2, പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചിനേക്കാൾ കുറഞ്ഞ തോതിൽ ഡിമാൻഡ് പ്രതികരിക്കാം, that is inelastic demand. 3, the change in demand is equal to the change in price. It is unitary elastic demand. 4, the change in demand is equal to 0. It is called a perfectly inelastic demand. And finally, 5th, the change in demand we cannot measure. Such kind of elasticity is called a perfectly elastic demand curve. So elasticity of demand is greater than 1, it is less than 1, it is equal to 1, it is maybe 0, or it may be infinite. Okay, so come to the point. And what is elasticity of demand? It is the responsiveness of demand to the variations in price. By analyzing the elasticity of demand in this way, we can define the elasticity of demand in another way. That means, elasticity of demand means it is the percentage change in demand divided by the percentage change in price. Now, 5 തരം ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് നമ്മൾ പഠിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇലാസ്റ്റിസിറ്റീസ് ആണ് ഇലാസ്റ്റിക് ഡിമാൻഡ് കർവും ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവും. These 2 types of elasticities are more clearly related with our life. നമ്മുടെ ജീവിതവുമായിട്ട് അടുത്ത ബന്ധമുള്ള 2 ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ആണ് ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്സ്. നമുക്ക് 2 കൂട്ടം സാധനങ്ങളെ നമുക്കൊന്നെടുക്കാം. ഒരു LED TV, HD LED TV വിത്ത് 100x100 ഇഞ്ച്, 100x100 ഇഞ്ച് വലിപ്പമുള്ള വലിയ ഒരു LED TV, ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഉള്ള ഒരു LED TV. ഓക്കെ, മറ്റൊരു സാധനം എന്ന് പറയുന്നത് നമ്മൾ കോമണായി ഉപയോഗിക്കുന്ന റൈസ്. ഈ 2 സാധനങ്ങളുടെ പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തോട് ഡിമാൻഡിൻ്റെ പ്രതികരണം എങ്ങനെയിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. LED TV ഹൈ ഡയമെൻഷണൽ എന്ന് പറയുന്നത് TV ഒരു നെസസറി ഗുഡാണ് ഇപ്പോൾ. പക്ഷേ ഈ ഒരു TV എന്ന് പറയുന്നത് നെസസറി ഗുഡ് അല്ല. ശരിക്കും അതൊരു ലക്ഷറി ഐറ്റമാണ്. ലക്ഷറി ജീവിതത്തിന് അനിവാര്യം അല്ല, ഉണ്ടെങ്കിൽ നല്ലത് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ലക്ഷറി ഗുഡ്സിൻ്റെ കേസിൽ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തോട് ഡിമാൻഡിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും?
കൂടിയ തോതിലായിരിക്കും. ഇതിൻ്റെ വില ഭയങ്കരമായിട്ട് കുറഞ്ഞാൽ അതിനേക്കാൾ കൂടിയ തോതിൽ ജനങ്ങളത് ഡിമാൻഡ് ചെയ്യും എന്നുള്ളതാണ്. നേരെ തിരിച്ചും വില കൂടിയാൽ ജനങ്ങൾ ആ റേറ്റിനേക്കാൾ കൂടിയ തോതിൽ ഇത് കുറയ്ക്കും എന്നുള്ളതാണ്. സോ ഇൻ കേസ് ഓഫ് ദിസ് ലക്ഷറി ഗുഡ്സ് ലൈക്ക് ദിസ് LED TV, the demand, the elasticity of demand will be elastic ആയിരിക്കും. എന്നാൽ റൈസ്, സോൾട്ട് തുടങ്ങിയ ഐറ്റംസ് എല്ലാം നെസസറി ഗുഡ്സ് ആണ്. ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് അവർ ലൈഫ്. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളുടെ വിലയിൽ ഉണ്ടാകുന്ന വർധനവോ കുറയലോ കൺസ്യൂമേഴ്സിന് ഡിമാൻഡിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കില്ല. ഒരു 10% മാറ്റം ആണ് റൈസിൽ ഉണ്ടാകുന്നതെങ്കിൽ ആ ഒരു 10%ൽ കുറവ് മാറ്റം മാത്രമേ ഇത്തരം സാധനങ്ങളുടെ ഡിമാൻഡിൽ ഉണ്ടാകാറുള്ളൂ. സോ all these kinds of goods, that is necessary goods, have inelastic demand. So let us come to the point. The elasticity of demand is not always same to all types of goods. In case of luxury goods, what will be the elasticity of demand? The elasticity of demand will generally be elastic. But in case of necessary goods, what will be the elasticity of demand? The elasticity of demand will be inelastic. എന്നാൽ ഒരു കാര്യം കൂടി നമ്മളിവിടെ നോട്ട് ചെയ്യുക. ചില സാധനങ്ങളുടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് പല വിലകളിൽ വ്യത്യസ്തമായിരിക്കും. ദാറ്റ് ഈസ് ഇലാസ്റ്റിക് ആവാം, ഇൻഇലാസ്റ്റിക് ആവാം. The elasticity of demand of some goods may be different at different levels of price. അതുകൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് what is elasticity of demand and how we can generally measure this elasticity of demand, and what are the 5 types of elasticities of demand, and what are their equations, and what are the shapes of the demand curve of the 5 degrees of elasticities of demand. What will be the elasticity of demand in case of luxury goods and necessary goods? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ കാൽക്കുലേഷൻസ് നമുക്കിനി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.